ദേവികുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം പ്രവർത്തകർ മൂന്നാറിൽ റോഡ് ഷോയും സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും ഒരുക്കി. റോഡ് ഷോയുടെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. കഴിഞ്ഞ 20 വർഷമായി ദേവികുളം മണ്ഡലത്തിൽ വികസനം മുരടിപ്പെന്നും ഇതിനെതിരെ ഇത്തവണ ജനം UDF-നെ മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്നും UDF സ്ഥാനാർത്ഥി F. രാജ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി ഇടത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന ദേവികുളത്തെ തിരികെ പിടിക്കാൻ ഇത്തവണ മണ്ഡലത്തിലെ UDF പ്രവർത്തകരും നേതാക്കളും പഴുതടച്ച പ്രചാരണത്തിനാണ് രൂപം നൽകിയിട്ടുള്ളത്. F. രാജയെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ഊർജിതമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. F. രാജയുടെ പ്രചാരണാർത്ഥം UDF പ്രവർത്തകർ മൂന്നാർ ടൗണിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥിക്ക് നൽകിയ സ്വീകരണത്തിലും പ്രകടനത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കഴിഞ്ഞ 20 വർഷമായി ദേവികുളം മണ്ഡലത്തിൽ വികസനം മുരടിപ്പെന്നും ഇതിനെതിരെ ഇത്തവണ ജനം UDF-നെ മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്നും UDF സ്ഥാനാർത്ഥി F. രാജ പറഞ്ഞു. 100% വിജയപ്രതീക്ഷയാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 20 വർഷമായിട്ട് ഒരു വികസനമില്ല. ഇവിടെ ഉള്ള ദേവികുളം മണ്ഡലത്തിലുള്ള ജനങ്ങള് എന്നെ തെരഞ്ഞെടുക്കുന്ന പക്ഷത്തിൽ ഇവിടെ ഉള്ള പാവപ്പെട്ട തൊഴിലാളിക്ക് ഇവിടെ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ 20 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല ഇടതുപക്ഷ സർക്കാർ. UDF സർക്കാർ ഇവിടെ വരും. അന്ന് പാവപ്പെട്ടവർ എഴുന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. ഇവിടെ ഉള്ള ജനങ്ങള്, പാവപ്പെട്ട ജനങ്ങള് എനിക്ക് കൈപ്പറ്റിയ അടയാള ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ ജയിപ്പിക്കും. അന്ന് ഈ നാട് വികസനം വരും. കഴിഞ്ഞ 20 വർഷക്കാലമായി ഇടത്തോട്ട് ചേർന്നാണ് മണ്ഡലത്തിന് നിൽപ്പെങ്കിലും അതിനു മുമ്പുള്ള 15 വർഷക്കാലം UDF-ന്റെ കൈവശമായിരുന്നു മണ്ഡലം ഉണ്ടായിരുന്നത്. മണ്ഡല രൂപീകരണത്തിന് ശേഷം LDF-ഉം UDF-ഉം മാറി മാറി കൈവശം വെച്ച മണ്ഡലമെന്ന നിലയിൽ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള പ്രചാരണത്തിലൂടെ മണ്ഡലം ഇത്തവണ തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷ UDF-നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.